ദിവസത്തേനും ഉണ്ട് വൈക്കം മഹാബലേശ്വരത്തെ കുറിച്ചുള്ള വീഡിയോസ് കിട്ടുകയാണെങ്കിൽ ടോട്ടൽ ഇവിടെ വൈക്കനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് വൈക്കം മഹാബലേശ്വരം. പരശുരാമ സ്ഥാപിക്കപ്പെട്ട 108 ക്ഷേത്രങ്ങളാണ് വൈക്കം മഹാബലേശ്വരം എന്ന് കരുതപ്പെടുന്നത്. ശ്രീ പരമേശ്വരനും ശ്രീ പാർവതിയുമാണ് ഇവിടെ പ്രവേശിക്കപ്പെട്ടത്. ഏകദേശം 10 ഏക്കർ കിഴക്കോട്ട് ദർശനമായിട്ടാണ് വൈക്കം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മഹാദേവന് മറ്റൊരു പേരും കൂടിയുണ്ട്, അന്നദാന പ്രഭു. അതായത് വടക്കേ ഭാഗത്തായിട്ട് 2 നില ഊട്ടുപുരയും അതുപോലെ തന്നെ ക്ഷേത്ര കലാകൂടം പ്രവർത്തിക്കുന്നു. അതേപോലെ തന്നെ കിഴക്ക് ഭാഗത്തായിട്ട് 2 ആനക്കൂട്ടുകളുണ്ട്, ഒന്ന് കൊടിമരത്തിനടുത്തും അതുപോലെ തന്നെ പൂക്കൂരിനടുത്തും. അതേപോലെ തന്നെ ഊട്ടുപുരയുടെ വടക്ക് മാറിയിട്ട് അമ്പലക്കുളവും അതുപോലെ തന്നെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് വേമ്പനാട്ടുകാലും അതുപോലെ കൂട്ടുചട്ടിയുണ്ട്. അതുപോലെ ഇന്നും കൂട്ടു സർവീസും ഉണ്ട്. അതേപോലെ തന്നെ അവിടെ ഗണപതി, സുബ്രഹ്മണ്യൻ, നാഗദേവങ്ങൾ, പഞ്ചക്കൽ ഭോജനം, ഉപദേവങ്ങൾ. അതുപോലെ തന്നെ ഇവിടുത്തെ പ്രധാന ആണ്ടുവിശേഷം എന്നറിയപ്പെടുന്നത് വൃശ്ചിക മാസത്തിലെ കറുത്തപക്ഷം നവമി ആറാട്ട് ഉത്സവം. അതുപോലെ തന്നെ അതിനിടെ തന്നെ വൈക്കത്തഷ്ടമി, അതുപോലെ തന്നെ കുംഭമാസത്തിൽ മഹാശിവരാത്രി, അതുപോലെ കുംഭാഷ്ടമി, ചെറുപ്പ്, വിഷു, മണ്ഡലമാസം എന്നിവ വിശേഷങ്ങളാണ്. അതുപോലെ നിങ്ങൾ തീർച്ചയായും പോകേണ്ട സ്ഥലങ്ങളാണ് വൈക്കം മഹാബലേശ്വരം. അപ്പം നിങ്ങൾ ഇഷ്ടമാണെങ്കിൽ ശരിയിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഓളിക്ക് നെക്കിൽ മാത്രമാണ് ഞാനും മുഷിക്ക് അപ്പം ലഭ്യമാണ്. നെക്സ്റ്റ് കാണാനായിട്ട് സമയത്ത് ബായ്.